രാവിലെ കഴിക്കാനായിട്ട് ആപ്പും ചിക്കൻ കറിയാണ് കേട്ടോ. ഉദ്ദേശിച്ചത് കടലക്കറി ആയിരുന്നു. കടലയൊക്കെ വേവിച്ചപ്പോഴത്തേക്കാണ് ഇക്കാൻ്റെ ഫോൺ വിളി. കുട്ടികളെ മദ്രസയിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വരുന്നുണ്ട്, അപ്പം ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന്. അപ്പോൾ ചിക്കൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കിയിട്ട് മസാല റെഡിയാക്കാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ചിക്കൻ കൊണ്ടുവന്ന് അങ്ങോട്ട് കഴുകിയിട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ വേവിച്ചെടുത്തുള്ള കടല നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചിക്കനിക്കുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ആപ്പും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് അടുപ്പിൽ ചോറും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തയക്കാനായിട്ട്. അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡിയായി കഴുകി വൃത്തിയാക്കിയ ചിക്കനൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ച് രണ്ട് വിസിലിന് ചിക്കൻ കറി റെഡി കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ വിസിൽ വന്നു. ഇനി നമുക്ക് ആപ്പൻ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ആപ്പൻ ഞാൻ ചുട്ടെടുക്കുന്നത് പുഴുങ്ങലരി വെച്ച് അരച്ചിട്ടാണ് കേട്ടോ. പച്ചരി ഉപയോഗിക്കാണ്ട് പുഴുങ്ങലരി കൊണ്ടാണ് ഈ ഒരു ആപ്പൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ ഞാൻ റെഡിയാക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ അവൾക്ക് റെഡിയാക്കി കൊടുത്ത് ആപ്പൻ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചായയും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആപ്പും ചിക്കൻ കറിയും കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.